എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം മാർസ് ഗാർഡനിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമില്ലേ നമ്മുടെ വീടുകളിൽ ഇതുപോലെ ഓരോ പൂക്കൾ വിരിയണം എന്നുള്ളത് അല്ലേ? നമുക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും. പക്ഷെ നമ്മൾ താല്പര്യപ്പെട്ടിട്ട് മാത്രം കാര്യമില്ല. ഒരു ചെടി വാങ്ങിച്ചു വെക്കണം, നല്ല രീതിയിൽ പരിചരിക്കണം, അതിനാവശ്യമുള്ള വെള്ളവും വളവും മരുന്നുകളും ഒക്കെ സമയാസമയം കൊടുക്കണം. അപ്പൊ ഇന്ന് ഞാൻ നമ്മുടെ ബൊഗൈൻവില്ലയ്ക്കും റോസിനും ഒക്കെ ഇച്ചിരി വളം കൊടുക്കുവാണ്. അത് നിങ്ങളോടും കൂടി ഒന്ന് പറഞ്ഞിട്ടാവാമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത് കേട്ടോ. നമ്മൾ എപ്പോഴും ഓർക്കിഡ് മാത്രമല്ലേ നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മുടെ ഗാർഡനിൽ വേറെ പ്ലാന്റുകളും ഒക്കെ ഉണ്ട്. അപ്പം ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താന്നുള്ള രീതിയിലാണ് ഞാൻ ഒന്നും കാണിക്കാതെ വെച്ചിരുന്നത്. നമ്മൾ നമ്മുടെ ചെടികളെ സ്നേഹിച്ചാൽ അത് നമ്മളെ തിരിച്ച് സ്നേഹിക്കും. അത് 100% ഉറപ്പാണ്. നമ്മൾ ഇതിനോടൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമ്മളോട് റിയാക്ട് ചെയ്യും. അറിയാൻ മേലാത്തൊരു പറയുന്നത് അവന് വട്ടാണ് ചെടിയുമായിട്ട് സംസാരിക്കുന്നതെന്ന്. അതൊക്കെ ചുമ്മാതാ കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ റോസ് കളക്ഷനും ബൊഗൈൻവില്ല കളക്ഷനും ഒക്കെ ഇച്ചിരിയേ ഉള്ളൂ. ഇതാണ് അതൊക്കെ. ഇന്ന് നമുക്ക് ഇവർക്ക് ഇച്ചിരി വളം കൊടുക്കാം. വളം കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇച്ചിരി പരിപാടികളുണ്ട്. അതെന്താന്ന് വെച്ചാൽ അറിയായിരിക്കുമല്ലോ നിങ്ങൾക്ക്. എന്നാലും ഞാൻ ഒന്നുകൂടി ഒന്ന് പറയുകയാണ് കേട്ടോ. ഒരു ചെറിയ ഇതെടുത്തിട്ട് കമ്പിയോ വല്ല എടുത്തിട്ട് ഇതിന്റെ ചോടൊന്ന് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ രീതിയിൽ ചോട് കറക്റ്റ് പോയി ഇളക്കരുത്, മാറിയേ ഇളക്കാവുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ എല്ലാത്തിന്റെയും അതങ്ങനെയൊന്ന് ഇളക്കി എടുത്തിട്ട് വരാം. അല്ല പിന്നെ അത്രയും നേരം നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ബോറാകുമല്ലേ, വീഡിയോ അത്ര ലെങ്തി ആയി പോയില്ലേ. അപ്പൊ അതെല്ലാം ഒന്ന് ചെയ്തിട്ട് വരാതെ. അപ്പൊ ഞാൻ ഇതെല്ലാവരുടെയും ചോട് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഈ ചോട് നമ്മൾ ആഴ്ചയിൽ ഒന്നെങ്കിലും വെച്ച് ഇളക്കി കൊടുക്കുന്നതല്ല കേട്ടോ. ചോട് തറഞ്ഞു പോയി കഴിഞ്ഞാൽ പ്ലാന്റ് വളർച്ച കുറയും, മുരടിച്ചു പോകും. പിന്നെ നമുക്ക് ഈ വളങ്ങൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇത് നിറച്ച് ഫ്ലവർ കിട്ടുകയുള്ളൂ. എന്നിട്ട് നമ്മുടെ ഫെർട്ടിലൈസർ ഇതാണ്. ഇത് വേറൊന്നുമല്ല, 19-19-19 ചിലത് തീരെ പൊടിയായിട്ടാണ് കിട്ടുന്നത്. ഇതിപ്പോ ഗ്രാനുവൽ പരുവത്തിലാണ് എനിക്ക് കിട്ടിയത്. ഇത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഓർക്കിഡൊക്കെ കൊടുക്കുമ്പോഴാണ് നമ്മൾ ആ പൊടി വാങ്ങിക്കേണ്ടത്. ഇതിനാകുമ്പം പ്രശ്നമില്ല. അത് നമുക്ക് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തല്ലേ കൊടുക്കുന്നത്. ഇത് അല്ലാതെ നമ്മൾ ചോട്ടിലിട്ട് കൊടുക്കുമല്ലേ. അപ്പൊ എപ്പോഴും നമ്മൾ ഇതിന്റെ ഈ അകത്തി വേണം ഇട്ട് കൊടുക്കാൻ, തീരെ ചോട്ടിക്കൊണ്ടിട്ടരുത്. അറിയാലോ നിങ്ങൾക്ക്. എന്നാലും ഞാൻ ചെയ്യുമ്പോൾ അത് പറയുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നമ്മളിത് ഈ രീതിയിൽ ഇതിനെയൊക്കെ പരിഹരിച്ചാൽ ഇതൊക്കെ നല്ല നിറച്ച് നമുക്ക് പൂ കിട്ടും. ഇപ്പൊ എല്ലാവരും വിചാരം ബൊഗൈൻവില്ലയുടെ ഒക്കെ പൂ കഴിഞ്ഞു എന്നുള്ളതല്ലേ. ഇപ്പം പൂവിന്റെ സീസണാണ് കേട്ടോ. പിന്നെ നല്ല വെയിലും വേണം നമ്മുടെ പ്ലാന്റിന്. നല്ല വെയിലുള്ളിടത്ത് വേണം നമ്മുടെ പ്ലാന്റ് വെക്കാൻ. ഇതൊക്കെ വന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്ന് നോക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതൊക്കെ നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. ആർക്കും അത് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. ശരിയല്ലേ ഞാൻ പറയുന്നത്? നമ്മുടെ എന്ത് ടെൻഷനും ഒക്കെ ഇതിന്റെയൊക്കെ അടുത്തേക്ക് വരുമ്പോൾ ഇതിന്റെയൊക്കെ പൂക്കളൊക്കെ കാണുമ്പം, അല്ലെ വളർച്ചകൾ കാണുമ്പം നമ്മളെല്ലാം മറന്നുപോകും. അപ്പം ഇന്ന് ഞാൻ ഈ കാണിച്ചത് ബൊഗൈൻവില്ലയിൽ നിങ്ങൾക്ക് ഏത് കളറാ ഇഷ്ടമെന്നൊന്ന് കമന്റ് ചെയ്യണേ. ഞാൻ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു, നിങ്ങളുടെ കമന്റ് ഭയങ്കര വാല്യുബിൾ ആണ്. അപ്പൊ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇതുപോലെ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെയൊക്കെ അടുക്കലേക്ക് എത്താൻ പറ്റുള്ളൂ. അത് നിങ്ങളൊന്ന് ഓർത്തോണം. അപ്പൊ എല്ലാവർക്കും ഞാൻ ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ നിങ്ങള്, ഇതെനിക്കൊരു അബദ്ധം പറ്റിയതാ. നമ്മുടെ ഈ റോസിന്റെ ചോട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ ഗാഗ് ഫ്രൂട്ട് വെച്ചതാണ്. ഗാഗ് ഫ്രൂട്ട് എന്ന് ഓർത്തപ്പോൾ വള്ളിയാണല്ലോ, നമ്മുടെ പാവലൊക്കെ വളരുന്ന പോലെ അത്രയും വലിയ വെക്കുള്ളെന്ന് ഓർത്ത് ഞാൻ കൊണ്ട് വെച്ചതാണ്. പക്ഷെ കണ്ടോ, റോസിനേക്കാളും വളരെ വലുതായി അതിന്റെ ചോട്. അപ്പൊ പിന്നെ ഞാനത് വെട്ടി കളഞ്ഞു. എന്നിട്ടും അതവർ പോയില്ല, കുറ്റിയായിട്ട് ഉണക്കി. അത് വെറുതെ പറിച്ചെടുത്താൽ ആ ചെടി പോകുമല്ലോ ഓർത്ത് ഞാൻ അവനെ നിർത്തിയിരിക്കുകയാണ്. അതിനത് കിളിപ്പ് വരുമ്പോഴത്തേന് ഇതുപോലത്തെ കിളിപ്പ് വരും ഇതിന്. അപ്പൊ ഞാനത് ഒടിച്ചൊടിച്ച് കളയുകയാണ്. അപ്പൊ കുറെ ആകുമ്പോഴത്തേനും അതങ്ങ് പൊക്കോളും. അപ്പൊ നമ്മൾ എല്ലാത്തിനും വളം ഇട്ട് കൊടുത്താൽ മാത്രം ഇതിന്റെ പരിപാടി കഴിഞ്ഞില്ലല്ലോ. അല്ല, ചെല്ലങ്ക് ഓർക്കുമേ വളം ഇട്ടിട്ട് പോവുകയാണോ നല്ല കേട്ടോ. ഇനി നമുക്കിത് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഇനി ഇത് നമുക്ക് ഇപ്പൊ പൂക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. നമ്മൾ ഈ വളങ്ങൾ കൊടുക്കുമ്പോഴത്തേന് നല്ല നിറച്ച് ഇലയില്ലാതെ പൂത്ത് നിൽക്കും. അപ്പൊ ഞാനിനി ഇതിന് വെള്ളം കൂടെ ഒഴിക്കാം. അപ്പൊ ഇതിന്റെ ചോട് നിറച്ചങ്ങ് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കാം. പിന്നെ
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് ഉണ്ടെങ്കിൽ ഒരു ലൈക്ക്, പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിരാശപ്പെടുത്തരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടെ കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർണ്ണമാക്കുകയാണ്.